Welcome to Homemade. ഹലോ വെൽക്കം ടു ഹോം മെയ്ഡ്. ഞാൻ രമ്യ സുർജിത്ത്. സാധാരണ നമ്മൾ ഉണക്കച്ചെമ്മീൻ വെച്ചിട്ട് ചമ്മന്തി ഉണ്ടാക്കാറുണ്ട്. നല്ല ടേസ്റ്റാണ് അല്ലേ? എല്ലാവർക്കും അത് ഇഷ്ടമാണ്. ഇന്ന് നമുക്ക് കുറച്ച് വ്യത്യസ്തമായിട്ട് ഉണക്കാത്ത സാധാരണ പച്ച ചെമ്മീൻ വെച്ചിട്ട് ഒന്ന് ചതച്ചെടുത്ത് നമുക്ക് ചമ്മന്തി ഉണ്ടാക്കാം. ഇത് ചമ്മന്തിന്നോ തോരനോ എന്ത് വേണമെങ്കിലും പറയാം. ചതച്ച ചെമ്മീനും ഒരു ചമ്മന്തിയുടെ പോലെ തേങ്ങ ചതച്ചെടുത്തതും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടാക്കുന്ന ഒരു കറിയാണ്. ഭയങ്കര ടേസ്റ്റാണിത്. ചോറിന് ഇതുണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും വേണ്ട, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ചെമ്മീൻ ചതച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് ചെമ്മീൻ ചതച്ചത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയിട്ട് വരാം. ഇതിനു വേണ്ടി ഞാനൊരു 150 ഗ്രാം ചെമ്മീൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്, ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ആദ്യം ഒന്ന് മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയെടുക്കുക. അത് ചതഞ്ഞ് കൂടുതൽ അരഞ്ഞു പോകരുത്, ചെറുതായിട്ടൊന്ന് കറക്കിയെടുത്താൽ മതി. അല്ലെങ്കിൽ കല്ലിൽ വെച്ച് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് ചമ്മന്തിക്ക് ആവശ്യമുള്ള സാധനങ്ങളാണ്. ഒരു 1.5 കപ്പോളം തേങ്ങ എടുത്തിട്ടുണ്ട്. 2-3 വേപ്പില കഷ്ണം എടുത്തിട്ടുണ്ട്. വേപ്പില 2-3 എണ്ണം മതി, കൂടുതൽ വേണ്ട. കൂടുതലായാൽ അതിൻ്റെ ടേസ്റ്റ് വേറെ രീതിയിലായി പോവും. പിന്നെ നമുക്കൊരു 10-12 ചുവന്നുള്ളി എടുക്കാം. പിന്നെ എരിവിന് ആവശ്യമായിട്ടുള്ള മുളക്, ഒന്നെങ്കിൽ നിങ്ങൾക്ക് വറ്റൽമുളക് 2-3 എടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചതച്ച വറ്റൽമുളക്. അത് ഞാനൊരു 2.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 2 ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ്, ഇത്രയാണ് വേണ്ടത്. ഇതെല്ലാം കൂടെ ഒന്ന് ചമ്മന്തിയുടെ പരുവത്തിൽ ഒന്ന് അരച്ചെടുക്കുക. മിക്സിയിലാണെങ്കിൽ മിക്സിയിൽ ഒന്ന് ഒരുവിധം അരഞ്ഞു വരുന്ന രീതിയിൽ, എന്നാൽ നല്ല പേസ്റ്റ് പോലെ അരയ്ക്കരുത്. ചമ്മന്തിക്ക് നമ്മൾ എങ്ങനെയാണോ അരയ്ക്കുന്നത് അതേപോലെ അരച്ചെടുക്കുക. ചെമ്മീനൊന്ന് ചതച്ചും മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ഇത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് വേണ്ടി ഞാൻ ആദ്യം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ മതിയാവും. പിന്നെ അതിനകത്തേക്ക് ഒരു ടേബിൾ സ്പൂണോളം കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 വറ്റൽമുളക് ചേർത്ത് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തു. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനകത്തേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ചെമ്മീൻ ചേർത്ത് കഴിഞ്ഞാൽ ഒരു 1-2 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കണം കേട്ടോ. അത് ഞാൻ കാണിക്കാൻ വിട്ടുപോയി. 2 ടേബിൾ സ്പൂൺ വെള്ളവും ആവശ്യത്തിന് ഉപ്പും പിന്നെ ഒരു ചെറിയ കഷ്ണം കുടംപുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പുളി നമുക്ക് വെള്ളത്തിലിട്ടെടുത്ത ഒരു ചെറിയ കഷ്ണം പുളി മതി. പിന്നെ നമുക്കത് വെന്ത് കഴിയുമ്പോൾ എടുത്ത് മാറ്റാം, അതിൻ്റെ ആവശ്യമില്ല. ചെറിയൊരു പുളിപ്പ് ചെമ്മീനിന് കിട്ടാൻ വേണ്ടി മാത്രമാണ്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 1-2 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. പെട്ടെന്ന് വേകും ചെമ്മീൻ, പെട്ടെന്ന് വെന്ത് കിട്ടും. അതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ചമ്മന്തി ഉണ്ടല്ലോ, അതങ്ങ് ചേർത്ത് കൊടുക്കാം. ഈ ചമ്മന്തിയും കൂടെ ചേർത്തിട്ട് പിന്നെ ഒരു മീഡിയം തൊട്ട് ഹൈ ഫ്ലെയിമിൽ മാറി ഇട്ട് നല്ല ചൂടിൽ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അതിനകത്തുള്ള വെള്ളമെല്ലാം പോയി നല്ല ഡ്രൈ ആയിട്ട് പൊടിയായിട്ട് വരുന്ന രീതിയിലാകുന്നവരെ ഒന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ നല്ല എല്ലാം വിട്ട് വരും. ആ ഒരു പരുവത്തിന് എന്തെങ്കിലും ഉപ്പ് എന്തെങ്കിലും പോരാതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ. ഭയങ്കര എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. പക്ഷെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, ഭയങ്കര ടേസ്റ്റാണ്. ചോറിന് പിന്നെ വേറെ ഒരു കറിയും വേണ്ട, എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. പുതിയ വീഡിയോസായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്